ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 69ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ ഒരു തമിഴ് മൂവിയിലെ സോങ്ങിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് റോജ മൂവിയിലെ ചിന്ന ചിന്ന ആസൈ എന്ന ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരാൾ നമ്മളോട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പം ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന പാട്ടിൻ്റെ പാർട്ട് 1 പല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എ.ആർ. റഹ്മാൻ്റെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള റോജ മൂവിയിലെ ചിന്ന ചിന്ന ആസൈ, ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ, ആ പാട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ വായിച്ച് കേൾപ്പിക്കുക ആദ്യത്തെ ഭാഗം. അപ്പം ഇത് ഡി മേജർ സ്കെയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഭാഗം ആദ്യത്തെ 2 ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പം ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുക. ഡി എഫ് ഷാർപ്പ്, ഡി എഫ് ഷാർപ്പ്, ഡി എഫ് ഷാർപ്പ്, ഇ ജി, ഇ ജി, സോറി ഇ ജി, ഇ ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി എഫ് ഷാർപ്പ്, ഇ ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി എഫ് ഷാർപ്പ്, ഇ ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം സിറകടിക്കുമാസൈ, അതിൻ്റെ നോട്ടാണ് അത്. അപ്പം അത് നോട്ടെന്ന് പറയുന്നത് ഡി എ, ഡി എ, ഡി എ, ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഡി എ, ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഡി എ, ജി, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. അപ്പോൾ അത് വായിക്കേണ്ടത് ഡി എ, ജി, എഫ് ഷാർപ്പ്, പിന്നെ എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. അപ്പം ഇതാണ് ഇത് 2 ലൈൻ വായിക്കേണ്ടത്. ഓക്കെ, ഇത് 2 പ്രാവശ്യം ഇത് വായിക്കുക. ഓക്കെ, എളുപ്പമുള്ള പാട്ടാണ്. അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് വെണ്ണിലവെ തൊട്ട് മുത്തമിടാസൈ, ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വെണ്ണിലവെ തൊട്ട് മുത്തമിടാസൈ, ആ ഭാഗമാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഇത് നമ്മൾ കട്ടായിട്ട് 2 ഭാഗമായിട്ട് പഠിക്കാം, എങ്കിലും നിങ്ങൾക്കത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പം വരുള്ളൂ. അപ്പം വെണ്ണിലവെ തൊട്ട് മുത്തമിടാസൈ, ആ ഭാഗമാണ്. അപ്പോൾ വെണ്ണിലവെ തൊട്ട് മുത്തമിട ആസൈ, ആ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നതാണ് എ എ ബി എ, എ എ ബി എ, എ എ ബി എ, ബി ബി, എ എ, എ എ ബി എ, ബി ബി, എ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ എ ബി എ, ബി ബി, ബി ബി. ഇതിൽ നമുക്ക് സി എന്ന് പറയുന്ന ഡി മേജർ സ്കെയിലിൽ സി എന്ന് പറയുന്ന നോട്ട് വരുന്നില്ല. പക്ഷേ ഇത് ആ രാഗത്തിൻ്റെ ഇതനുസരിച്ച് വരുന്നത് കൊണ്ട് അന്യസ്വരങ്ങളും കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ എ എ ബി എ, ബി ബി. അടുത്തത് ബി ബി, അടുത്തതെന്ന് പറയുന്നത് ബി ബി സി ബി, ബി ബി സി ബി, ബി ബി സി ബി, സി സി, ബി ബി സി ബി, സി സി, ബി ബി സി ബി, സി സി. അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ ലൈൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ബി സി
ബി സി എ, ബി സി എ. അവസാന ഭാഗം എന്ന് പറയുന്നത് ബി സി എ, ബി സി എ. ഓക്കെ, അപ്പോൾ അത് വായിക്കേണ്ടത് ഞാൻ ആദ്യമേ ഒരു ഒറ്റ ഫിംഗർ കൊണ്ട് വായിച്ച് കേൾപ്പിക്കാം. ഇത്രേ ഉള്ളൂ. അവസാന ഭാഗം ലാ 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 ലാ. ആ ഭാഗമാണ്. അപ്പോൾ അവസാനത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ്. അപ്പം ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ബി എഫ്, സോറി, എ ബി ജി, എ ബി ജി, എ ബി ജി എഫ് ഷാർപ്പ്, എ ബി ജി എഫ് ഷാർപ്പ്. ഓക്കെ, എ ബി ജി എഫ് ഷാർപ്പ്, ജി ജി, ജി ജി, എ ബി ജി എഫ് ഷാർപ്പ്, ജി ജി. നമ്മൾ പറഞ്ഞുതരാം. എ ബി ജി എഫ് ഷാർപ്പ്, ജി ജി, എ ബി ജി എഫ് ഷാർപ്പ്, ജി ജി. അടുത്ത ഭാഗം എന്ന് പറയുന്നത് എഫ് ഷാർപ്പ് ജി ഇ, എഫ് ഷാർപ്പ് ജി ഇ. അടുത്തത് എഫ് ഷാർപ്പ് ജി ഇ, എഫ് ഷാർപ്പ് ജി ഇ, എഫ് ഷാർപ്പ് ജി ഇ. അതായത് എ ബി ജി എഫ് ഷാർപ്പ്, ജി ജി, എഫ് ഷാർപ്പ് ജി ഇ. അടുത്ത ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അതെന്ന് പറയുന്നത് അതായത് ഇ ഇ എ ജി എഫ് ഷാർപ്പ്, 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 എഫ് ഷാർപ്പ് എഫ് ഷാർപ്പ്, ഇ എ ജി എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ് എഫ് ഷാർപ്പ്, ഇ എ ജി എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടത് തന്നെയാണ്. ഇ എ ജി, ഇ എ ജി എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ് എഫ് ഷാർപ്പ്. ഈ ലാസ്റ്റ് ഭാഗം ഒരു കണക്ടിവിറ്റി വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ജി എഫ് ഷാർപ്പ്, ഇ ഡി സി ഷാർപ്പ്. അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ജി എഫ് ഷാർപ്പ്, ഇ ഡി സി ഷാർപ്പ്. ചുമ്മാ നമ്മൾ പുറകോട്ട് ആ റൂട്ട് അങ്ങ് വായിച്ചു വരുന്നു. ഓക്കെ, ജി എഫ് ഷാർപ്പ്, ഇ ഡി സി ഷാർപ്പ്. അപ്പം ഈ അവസാനത്തെ ഭാഗം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഒറ്റ വരി കൊണ്ട് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ഓക്കെ, ഇതാണ് നമ്മുടെ ചിന്ന ചിന്ന ആസയുടെ പല്ലവി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ വലിയ ആദ്യമായിട്ടാണ് ചാനൽ എത്തിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് നൽകുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ സർക്കിളുള്ളവർക്ക് എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് അങ്ങനത്തെ കടന്നു വരാൻ വലിയൊരു സഹായകരമാവും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് തുടർന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.